ഭയങ്കര ചൂടാണ്. ചൂടെന്ന് പറയുമ്പം നമ്മുടെ കേരളത്തിന്റെ മനസ്സിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട പേരാണ് പുനലൂർ. പുനലൂരിൽ നിന്ന് ആര്യായിരുന്നു അനുജ രാജേഷ്. അനുജയിലേക്ക്. നാടിന്റെ ന്യൂസ് ഡെസ്കിൽ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ പുനലൂർ നിയോജക മണ്ഡലത്തിലാണ്. പുനലൂർ എന്നുള്ളത് നമുക്കറിയാം CPIയുടെ ഉറച്ച കോട്ടയാണ്. എപ്പോഴും വോട്ട് എണ്ണി തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം ഏത് എന്ന് ചോദിച്ചാൽ അത് പുനലൂർ എന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഇത്തവണ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് LDFനൊക്കെ വലിയ ആശങ്കകൾ ഉള്ളപ്പോഴും ഉറച്ച ഒരു മണ്ഡലം എന്നുള്ളത് പുനലൂരായിരിക്കും എന്നതിൽ ഇപ്പോൾ നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാൻ കഴിയും. ഇത്തവണ പക്ഷേ ഈ മണ്ഡലത്തെ കുറച്ച് വിവാദ വിഷയങ്ങളൊക്കെ വാർത്തകളിൽ നിറഞ്ഞ് നമ്മളത് കുറേ കാലങ്ങളോളം അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ സമയത്ത് ഓർക്കുകയാണ്. ഇത് ലീഗാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ലീഗിന് ഈ സീറ്റ് വീണ്ടും വിട്ടു നൽകിയതിൽ കോൺഗ്രസിൽ ചില അതൃപ്തികൾ ഉണ്ടായിരുന്നു. അവിടെ വിമതൻ ആയി താൻ മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 പേരാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ ഭാഗമായി രംഗത്തേക്ക് എത്തിയത്. പിന്നീട് അവരെയൊക്കെ അനുനയിപ്പിച്ച് ഹൈക്കമാൻഡ് ഒരു തരത്തിൽ എല്ലാം പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കി എന്നതാണ്. ഏതായാലും ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നുള്ളത് വളരെ വേഗം ഒന്ന് പരിശോധിച്ചാൽ PS സുപാൽ അദ്ദേഹം 3 തവണ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച് ഈ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ അജയ് പ്രസാദ് ആണ് CPIയെ പ്രതിനിധീകരിച്ച് ഇവിടെ നിന്ന് മത്സരിക്കാൻ എത്തിയിരിക്കുന്നത്. ഒപ്പം നൌഷാദ് യൂനിസ് എന്ന സ്ഥാനാർത്ഥി അദ്ദേഹം ലീഗിന് വേണ്ടി ഇവിടെ നിന്ന് മത്സരിക്കുകയാണ്. K യൂനിസ് കുഞ്ഞ് എന്ന പഴയ MLA അദ്ദേഹത്തിന്റെ പുത്രനാണ്. K യൂനിസ് കുഞ്ഞ് പണ്ട് ഇവിടെ നിന്ന് മത്സരിച്ച് 2016 പുനലൂരിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം മലപ്പുറത്തേക്ക് പോയി അവിടെ നിന്ന് വിജയിച്ച് നിയമസഭയിൽ എത്തിയ ചരിത്രമൊക്കെ നമുക്കറിയാം. ഏതായാലും രഘുനാഥൻ പിള്ളയാണ് ഇവിടെ NDA പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത്. CPIയുടെ ഉറച്ച കോട്ടയാണ് എന്ന് പറയുമ്പോഴും ഈ പ്രശ്നങ്ങൾ ലീഗിലും കോൺഗ്രസിലുമുള്ള പ്രശ്നങ്ങൾ അത് ഇത്തവണ അവരുടെ വോട്ടിനെ കുറയ്ക്കുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് UDFൽ. കഴിഞ്ഞ തവണ ലഭിച്ച അത്രയും പോലും വോട്ട് ലഭിക്കാതിരിക്കുമോ എന്നൊക്കെ ഒരു ആശങ്ക. ഏതായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു ടീം UDF ആയി ഞങ്ങൾ മുന്നേറുകയാണ് എന്നൊക്കെയാണ് UDF ഇപ്പോൾ പറയുന്നത്. എന്താകും എന്നൊക്കെയുള്ള നമ്മൾ കാത്തിരുന്നതിനെ അറിയേണ്ടിയിരിക്കുന്നു. നല്ല ഭൂരിപക്ഷത്തിലൊക്കെയാണ് സുപാൽ ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് പുനലൂർ തൂക്കുപാലത്തിലാണ്. തൂക്കുപാലം എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്. ആയില്യം തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് 1877 നിർമ്മിച്ച പാലമാണ്. കല്ലടയാറിൻ്റെ 2 കരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. അത് ഇരുമ്പ് ചെങ്കലകളാൽ തൂക്കിയിട്ടിരിക്കുന്ന അതാണ് തൂക്കുപാലം എന്ന് പറയുന്നത്. കാണാൻ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെയാണെന്ന് കരുതുന്നു. നമ്മൾക്ക് അവരോടൊക്കെ ഒന്ന് അവരുടെ പ്രതികരണമൊക്കെ ഒന്ന് ചോദിക്കാം. എങ്ങനെയാണ് ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്ത് അവർക്ക് പറയാനുള്ളതെന്ന് ചോദിക്കാം. പുനലൂർകാരനാണോ? ഈ മണ്ഡലത്തിലാണ് വോട്ട്. അപ്പൊ എന്താണ് തെരഞ്ഞെടുപ്പിന് 3-4 ദിവസമേ ബാക്കിയുള്ളൂ? എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ LDF അനുഭാവിയാണ്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി ജയിക്കൊണ്ടെന്നാൽ കൂടുതലും കോട്ടയാണല്ലോ. ആണ്. ഇപ്പൊ ഈ കൊല്ലം ജില്ലയിലെ കുറച്ച് ആശങ്കകളുണ്ടല്ലോ ഇത്തവണ LDFന്. ഇപ്പൊ കഴിഞ്ഞ തവണ 11-ൽ 9 കിട്ടി. പക്ഷെ ഇത്തവണ അത്ര ഈസി അല്ല എന്ന് പറയുമ്പോഴും പുനലൂർ ഒരു ഉറച്ച മണ്ഡലമാണ്. പുനലൂർ ഇടതുപക്ഷത്തിനോട് കൂടെ നിൽക്കുന്നതാണ്. അത് മാറ്റം ഉണ്ടാവത്തില്ലെന്നാണ് വിശ്വാസം. അഥവാ ഉണ്ടായാൽ തന്നെയും ഭൂരിപക്ഷം കുറഞ്ഞാലും LDF തന്നെ ആവും. ഭൂരിപക്ഷം കുറഞ്ഞാലും എന്നൊരു ആശങ്കയ്ക്ക് കാരണം എന്താണ്? പ്രത്യേക ആശങ്കയില്ല. പിന്നെ ചിന്താഗതി മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ല, ഈ ലീഗില് ചില പ്രശ്നങ്ങൾ, ലീഗിന് സീറ്റ് കൊടുത്തതിൽ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ, അങ്ങനെ അത് UDFൽ അതൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടോ? UDFൽ പൊതുവെ ഒരു തർക്കമുള്ളതാണല്ലോ. പക്ഷെ അപ്പോഴും ഇവിടെ ഭൂരിപക്ഷം കുറഞ്ഞാലും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അതൊരു ശാശ്വതമായ വാക്കല്ല, എങ്കിലും ഒരു നിശ്ചയമില്ല. അപ്പോൾ അത് പാർട്ടിയുടെ ഉറച്ച കോട്ടയാണ്. അവിടെ പ്രതീക്ഷയുണ്ട് എന്ന് പറയുകയാണ്. നിങ്ങളൊക്കെ ഈ മണ്ഡലത്തിലുള്ളവരല്ലേ? വോട്ടറാണോ? വോട്ടറുണ്ട്. ആദ്യത്തെ കന്നിവോട്ടാണോ? അല്ല, കന്നിവോട്ടല്ല. എത്ര തവണ വോട്ട് ചെയ്തിട്ടുണ്ട്? രണ്ടാമത്തെ വോട്ടാ. രണ്ടാമത്തെ തവണയാണ്. രണ്ടാമത്തെ നിയമസഭയാണോ ലോക്സഭയിലാണോ ഇതിനു മുമ്പ് ആദ്യം ചെയ്തത്? എങ്ങനെ? ഇതിനു മുമ്പ് വോട്ട് ചെയ്ത് ഏത് തെരഞ്ഞെടുപ്പിനാണ്? പഞ്ചായത്ത് ലാസ്റ്റ്. ശരി, അപ്പൊ ആദ്യമായിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പൊ അതെ, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കന്നി വോട്ടറാണ്. കൃത്യമായ നിലപാടുകളൊക്കെ ഉണ്ടോ? ഉണ്ട്. എല്ലാം കരുതി കൂട്ടി വെച്ചിരിക്കുകയാണല്ലേ? അതെ. ഇപ്പൊ 3-4 ദിവസമേ ഉള്ളൂ ബാക്കി. അതെ. തീരുമാനം എടുത്തോ? എടുത്തു. ആര് ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം. എന്തുകൊണ്ടാണ്? എൻ്റെ പാർട്ടി അതാണ്. അത് ശരി. അപ്പോൾ അതാണ് ഒരു ജെൻസിയുടെ ഒരു അഭിപ്രായമാണ് നമ്മൾ കേട്ടത്. പുനലൂരുകാരനല്ലേ? വോട്ട് ഇവിടെയല്ലേ? അപ്പൊ എന്താണ് ഇനിയിപ്പോ 2-3 ദിവസമൊക്കെ ഉള്ളൂ ബാക്കി. 25,000 വോട്ടും ജയിക്കും.
ഈ 25,000-ന് കണക്കെന്താ? 27 വോട്ടെന്ന് വെച്ചാൽ ഷുവർ CPM വോട്ടുണ്ട്, കറക്റ്റ് വോട്ടുണ്ട്. അതിൽ കൂടുതൽ കിട്ടിയാലേ ഞങ്ങൾക്ക് സന്തോഷം. ഈ ലീഗില് സീറ്റ് കൊടുത്തതിൽ UDF കോൺഗ്രസിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സ്ഥാനാർത്ഥിയായിട്ട് ടൗണ് മൊത്തവും ജാഥയായിട്ട് നടന്നേ. എന്നിട്ടിപ്പോൾ അവർ തന്നെ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ അവരുടെ ചിന്ത തന്നെ നമുക്കറിയാമല്ലോ എന്തുവാണ്. ഇവിടെ മുസ്ലിം ലീഗിനൊന്നും വോട്ടൊന്നുമില്ല. അതെ, അപ്പൊ അതാണ് താങ്കളുടെ ഈ പ്രതീക്ഷ. വരൂ, പുനലൂരുകാരാണോ നിങ്ങൾ രണ്ടുപേരും? അതെ. ഇവിടെ തന്നെ താമസിക്കുന്നവരാണോ? ജനിച്ചു വളർന്നവരാണോ ഇവിടെ? അപ്പോ ഇതൊരു പാർട്ടി കോട്ടയാണ് അല്ലേ? ഇടതുപക്ഷത്തിനാണ് എപ്പോഴും മുന്നോട്ട്. നിങ്ങളുടെ ഇത്തവണത്തെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഇവിടെ അജയ് പ്രസാദിന് തന്നെ സാധ്യത. മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. അജയ് പ്രസാദിനാണ് സാധ്യത പൊതുവെ. പക്ഷേ നെടുമൺകാവ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ആ പുള്ളി ഒരു നല്ല മത്സരം കാഴ്ചവെക്കുന്ന ആളാണ്. നല്ല രീതിയിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്തവണ മത്സരിക്കുന്നുണ്ടോ? ഉണ്ട്, മത്സരിക്കുന്നുണ്ട്. ഏത് പാർട്ടി? EPI എക്വാളിക് പാർട്ടി ഓഫ് ഇന്ത്യ മത്സരിക്കും. ശരി, അദ്ദേഹത്തിന് വോട്ട് ചോദിച്ചു വന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ ഇത്രയും കാലങ്ങളോളം CPI അടുപ്പിച്ച് ഇവിടെ ജയിച്ചിട്ടുണ്ടല്ലോ, ഈ മണ്ഡലത്തിലെ വികസനം എങ്ങനെയാണ്? ഇവിടെ നിരവധി റോഡുകളുടെ വികസനം, പാലങ്ങളായാലും റോഡുകളായാലും നിരവധി വികസനങ്ങൾ പുല്ലൂരിൽ. ഇപ്പം തന്നെ KSRTC സ്റ്റാൻഡ് പഴയ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ കിടന്നതാണ്. അങ്ങനെ നിരവധി വികസനങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. അത് ഇടതുപക്ഷം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. ആ 10 വർഷത്തിന് മുമ്പ് പുല്ലൂരൊന്നും അത്ര വികസനങ്ങൾ ഉണ്ടായിട്ടില്ല. എത്രയോ റോഡുകൾ നമുക്കറിയാം. ഇപ്പോൾ 5 തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ആ ബൈപ്പാസ് കണ്ടിട്ടില്ലേ? പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പോകുന്ന ഈ ലൊക്കാലിറ്റിയുള്ള എല്ലാ റോഡുകളും വലിയ ഏറ്റവും നല്ല കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല റോഡുകൾ. താലൂക്ക് ഹോസ്പിറ്റൽ ഉൾപ്പെടെ. താലൂക്ക് ഹോസ്പിറ്റൽ അറിയാമല്ലോ, കേരളത്തിലെ നമ്പർ 1 താലൂക്ക് ഹോസ്പിറ്റലാണ്. അത്രയും രോഗികൾ എന്ന് വെച്ചാൽ വളരെ പാവപ്പെട്ട രോഗികൾക്ക് ഒരുപാട് ഗുണകരമായ ഒരു ഹോസ്പിറ്റലാണത്. ഒരുപാട് അതെന്ന് പറഞ്ഞാൽ ഒരു നല്ല ജനങ്ങളെ സംബന്ധിച്ചതൊക്കെ ഒരു വലിയ നേട്ടമില്ലേ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടുന്നത്. ഇതൊന്ന് പുല്ലൂരെന്ന് പറഞ്ഞാൽ മലയോര മേഖലകളാണ്. ഇവിടെ ഈ വന്യമൃഗശല്യമൊക്കെ എങ്ങനെയാണ്? അതൊരു ഇഷ്യൂ ആണോ? വന്യമൃഗശല്യം ഇഷ്യൂ ആണ്, എങ്കിലും അതിന് കുറേയൊക്കെ പരിഹാരം കാണാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പരിഹാരം കണ്ടിട്ടുണ്ട്, കുറേയൊക്കെ കണ്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഈ പുനലൂർ എന്ന് പറയുമ്പോൾ എപ്പോഴും പുനലൂർ പേപ്പർ മിൽ നമ്മളുടെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നത്, അത് അടച്ചുപൂട്ടുകയൊക്കെ ചെയ്തിട്ടുള്ളവർക്കൊരു പ്രതിസന്ധി ആയിട്ടുണ്ടോ? അതിന് ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. അതിപ്പം സർക്കാർ വിചാരിച്ചാൽ പോലും മാറ്റാൻ ഒക്കാത്തൊരു സംവിധാനമാണ്. അതിനകത്ത് മറ്റ് രീതിയിലുള്ള പ്രതിസന്ധികൾ അത് നേരിടുന്നത് ജനങ്ങൾ. പക്ഷെ അത് തുറന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമാണ്, ജനങ്ങൾക്ക് വളരെ ഉപകാരമാണ്. കാരണം ഈ പ്രദേശത്തെ ഏറ്റവും വലിയൊരു കാര്യമാണ്. പക്ഷെ അത് തുറക്കാൻ തന്നെ ഒരുപാട് സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നിങ്ങളും പുനലൂർക്കാരാണ് അല്ലേ? ഇവിടെ വോട്ട് ചെയ്യുന്ന ആളുകളാണ്. 97-ാം ബൂത്തിലെ വോട്ടറാണ്. പുനലൂർ നഗരസഭയിലെ 97-ാം നമ്പർ ബൂത്തിലെ വോട്ടറാണ് ഞാൻ. പുനലൂർ നഗരസഭയിലെ 102-ാം നമ്പർ ബൂത്തിലെ വോട്ടറാണ്. നിങ്ങൾ എന്താണ് ഇത്തവണ ഇപ്പം തെരഞ്ഞെടുപ്പ് വരികയാണ്, വളരെ കുറച്ച് ദിവസം മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്. പുനലൂരിൽ പ്രത്യേകിച്ച് ഇത്തവണ എന്തെങ്കിലും ഒരു അട്ടിമറിക്കൊക്കെയുള്ള സാധ്യതയുണ്ടോ? പുനലൂരിൽ ഒരു അട്ടിമറിക്കുള്ള ചാൻസുമില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള 3ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കരങ്ങൾക്ക് ശക്തി വരുവാൻ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ഇവിടെ നിന്ന് ജനവിധി ഇടുന്ന സഖാവ് അജയ് പ്രസാദ് 9:30-10 മണിയാകുമ്പോഴേക്കും ബഹുഭൂരിപക്ഷത്തോട് കൂടിയിട്ടുള്ള ഒരു വിജയമായിരിക്കും പുനലൂർ ജനത അദ്ദേഹത്തിന് നൽകുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ നമുക്കറിയാം 96 മുതൽ പുനലൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണാധികാരികളാണ് വരുന്നത്. 96-ലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം സഖാവ് PK ശ്രീനിവാസൻ ഫലം എണ്ണുന്നതിൻ്റെ തൊട്ട് അടുത്ത ഫലം വരുമ്പോൾ ശ്രീനി സാറ് മരണപ്പെട്ടു പോവുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു അന്ന് AISFൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് PS സുബാൽ മത്സരിക്കുന്നു. അദ്ദേഹം 3 ടേം മത്സരിച്ചു. രാജു മുൻ വനം വകുപ്പ് മന്ത്രി കൂടിയായ രാജു 3 ടേം മത്സരിച്ചു. അങ്ങനെ ശ്രീനിസാറൂടെ കൂട്ടുമ്പോൾ 7 തവണയായി തുടർച്ചയായി ഈ മലയോര മേഖലയിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം കൂടുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ നാട്ടിലെ പൊതുവികസനത്തിൽ മലയോര ജനവിഭാഗങ്ങളുടെ കർഷക തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൻ്റെയും കൂടി പ്രതിഫലനമാണ് തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെയും കൂടെ ഭാഗമാണ്. അതോടൊപ്പം
ഇവിടെ ഓരോ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ എന്താ ഓരോ തെരഞ്ഞെടുപ്പിലും UDF എന്ന് പറയുന്ന സംവിധാനം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ മാറുകയാണ്. ഒരു കാര്യം കൂടി ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ UDFന് 3 സ്ഥാനാർത്ഥികളായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ തന്നെ അതിന് ഉദാഹരണമായല്ല നിങ്ങൾ ചെയ്തതായിരിക്കും. UDFന്റെ നിയോജക മണ്ഡലം ചെയർമാനായിട്ടുള്ള ഒരാൾ അതൊക്കെ നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം ആ പ്രശ്നങ്ങളൊക്കെ മാറി ഇപ്പോൾ ടീം UDF ആയി അവർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ നമുക്കത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്കത് ഗുണകരമായി മാറും എന്നൊക്കെയുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDFന്റെ പടലപ്പിണക്കങ്ങൾ എല്ലായ്പ്പോഴും സ്വാഭാവികമാണ്. ഞങ്ങൾക്കതൊരു പ്രശ്നമില്ല. ഞാൻ ആദ്യം തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ തുടർച്ചയായി നടപ്പാക്കിയിട്ടുള്ള ക്ഷേമകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും അഭിമാനകരമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രദേശത്തെ പട്ടയ വിഷയങ്ങൾ തന്നെയായിരുന്നു. അതിനൊരു ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ പുനലൂർ നഗരസഭയിലെ കാഞ്ഞിരമല പേപ്പർ മിൽ പ്രദേശങ്ങളിലുള്ള വർഷങ്ങളായി ഞങ്ങൾ പിറന്ന മണ്ണിന് ആദ്യമായിട്ടാണ് പട്ടയം ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കിഴക്കൻ മലയോര മേഖലയിൽ കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന ആൾക്കാർ അവർക്കുൾപ്പെടെ ഈ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ അരിപ്പ ഭൂസമരം നിങ്ങൾ മാധ്യമപ്രവർത്തകങ്ങൾ ഉൾപ്പെടെ വലതുപക്ഷ മാധ്യമപ്രവർത്തകങ്ങൾ ഇടതുപക്ഷത്തെ അടിക്കാനായിട്ടുള്ള ഒരു വടിയായിരുന്നു അരിപ്പ. അത് ഒറ്റ ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ പരിഹരിച്ചു. അപ്പോൾ ഈ മണ്ഡലത്തിലെ എല്ലാ വിഷയങ്ങളും പരിഹരിച്ചുകൊണ്ട് അഭിമാനകരമായ ഒരു വിജയത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകുമ്പോൾ കേരളത്തിൽ തുടർച്ചയായി ക്ഷേമകരമായ ഒരു 3ാം ഗവൺമെൻറ് തന്നെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ശരി, അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ കേട്ട ഒരു വ്യത്യസ്ത ശബ്ദം ഇവിടെ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും പറയുന്നത് CPIയുടെ സ്ഥാനാർത്ഥി ജയിക്കും, അജയപ്രസാദിന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയം ഉണ്ടാകുമെന്നതാണ്. ചേട്ടനും ഇവിടുത്തെ ആള് തന്നെയാണോ? എന്താ പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് ഇവിടെ കൂടുതൽ NDFന്റെ ആണ് മുൻഗണന കൂടുതൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. പണ്ട് പോലെ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അവര് ജയിക്കണം എന്നാണോ ഇത്തവണയും? അങ്ങനൊന്നുമില്ല, നമുക്ക് അങ്ങനൊന്നുമില്ല. ആര് ജയിച്ചാലും നമ്മുടെ കാര്യം നടക്കണം, അത്രേ ഉള്ളൂ. നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഇപ്പൊ തുടർച്ചയായിട്ട് LDF ആണല്ലോ, CPIയുടെ സീറ്റ് ആണല്ലോ. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല? ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. നമ്മൾ ജയിക്കും, നമ്മുടെ കാര്യങ്ങൾ പെൻഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സർക്കാർ തുടരണം എന്നൊരാഗ്രഹം ഉണ്ടോ? സർക്കാരായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. അല്ല, തുടരണം എന്നൊരാഗ്രഹം ഉണ്ടോ? പെൻഷനൊക്കെ കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. തുടരണം എന്നാണ് നമ്മൾ പറയും, പക്ഷേ ഭാഗ്യം എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റത്തില്ലല്ലോ, അതേ ഉള്ളൂ വ്യത്യാസം. ശരി, താങ്ക് യു. അപ്പം അങ്ങനെയാണ് ലീഗിനെ സംബന്ധിച്ച് അവരുടെ തെക്കൻ കേരളത്തിലെ ഏക സീറ്റാണിത്. അവിടെ നിന്ന് മധ്യ കേരളത്തിൽ കളമശ്ശേരി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരേ ഒരു സീറ്റ് അവിടെ. പക്ഷേ അവർ പച്ച തൊടില്ല എന്നുള്ള രീതിയിലാണ് ഇതുവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഫലം. കോൺഗ്രസ് അവിടെയാണ് ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത്. മുൻപ് പുനലൂർ മധു വിജയിച്ചിട്ടുണ്ട്, അതുപോലെ CM സ്റ്റീഫനൊക്കെ വിജയിച്ചിട്ടുള്ള സീറ്റാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വിട്ടുതരാത്തതെന്ന് ചോദിക്കുന്നു. കഴിഞ്ഞ തവണ അബ്ദുറഹ്മാൻ രണ്ടത്താണ് ഇങ്ങോട്ടേക്ക് വന്ന് മത്സരിച്ച് പരാജയപ്പെട്ടു പോയ സ്ഥലമാണ്. അപ്പോൾ ഇത്തവണയെങ്കിലും അത് കോൺഗ്രസിന് വിട്ടുതരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പോയ കാഴ്ച ഞാൻ ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ ടീം UDF എന്ന് പറഞ്ഞ് അവർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോഴും മറുഭാഗത്ത് അവർ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഈ കോട്ട ആർക്കും തകർക്കാൻ കഴിയില്ല. വലിയ ഭൂരിപക്ഷത്തിൽ അജയപ്രസാദ് പുനലൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്. ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. കൊല്ലം പുനലൂർ തൂക്കുപാലത്തിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.